വിവാദങ്ങൾക്കും പരാതികൾക്കുമിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാജ്യപ്രഖ്യാപനമാണോ അതോ ഈ ഉയരുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണോ, പാർട്ടി തീരുമാനമാണോ? ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. രാഹുൽ പുറത്തേക്കാണ് എന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ പ്രഖ്യാപനമാണോ രാഹുൽ ലക്ഷ്യമിടുന്നത് എന്നത് അറിഞ്ഞുകൂടാ. ആരോപണങ്ങളിൽ മറുപടി പറയുക എന്ന ലക്ഷ്യമുണ്ടോ എന്നതുകൂടി നമ്മൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. പത്തനംതിട്ടയിലാണ് മാധ്യമങ്ങളെ കാണുക എന്നത് പറഞ്ഞിട്ടുമുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, വീട്ടിൽ വെച്ചാണോ വാർത്താ സമ്മേളനം? അതെ, അടൂരിലെ നെല്ലിമുകളിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതാണ് രാഹുലുമായി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി ചില ആളുകൾ പങ്കുവെക്കപ്പെട്ടത്. അങ്ങനെ ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ രാഹുൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണം, അതിൽ എന്ത് വിശദീകരണം അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നു. മറ്റൊന്ന്, രാജി അടക്കമുള്ള വിഷയങ്ങളിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ആ വിഷയത്തിൽ അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ, അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണി മുതൽ രാഹുൽ മാങ്കൂട്ടം എവിടെ, ഈ ഉയർന്നു വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളിൽ രണ്ട് വിഷയത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ ആരോപണങ്ങൾക്കുള്ള മറുപടിയും രാഷ്ട്രീയപരമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് തന്റെ തീരുമാനം എന്നതടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കും എന്ന് തന്നെ ഔദ്യോഗികമായി അറിയിപ്പ് ലഭ്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, നമ്മളെ ഇവിടേക്ക് ക്ഷണിച്ച സുഹൃത്തുക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഏറെ വൈകിയാണെങ്കിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും അതിനുശേഷം ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഇന്ന് രാവിലെ 6:30 ഇവിടെ എത്തിച്ചേർന്നെങ്കിലും ലഭ്യമായ വിവരം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പിന്നീട് ബന്ധുക്കളുടെ അടക്കം പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. വീട്ടുമുറ്റത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം, MLA എന്ന ബോർഡുള്ള വാഹനം ഇല്ലായിരുന്നു എന്നതിനാൽ തന്നെ അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ച് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂട്ടുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിച്ചേരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്ന വിഷയങ്ങളിൽ അടക്കം അദ്ദേഹം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ തുറന്നു പറയാൻ തയ്യാറായി. രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം വീട്ടിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ താല്പര്യമുണ്ട് എന്ന മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ട് അറിയിക്കുകയുമായിരുന്നു.